മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ പേര് റിസ്വാന ഫാത്തിമ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ചതിയൻ്റെ ഗതി. കിട്ടുക്കാക്കയും മിട്ടുക്കാക്കയും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ തമ്മിൽ വലിയൊരു തർക്കമുണ്ടായി. തങ്ങൾ ആരാണ് മിടുക്കനും ശക്തനും എന്നായിരുന്നു അവരുടെ തർക്കം. തർക്കം മൂത്ത് വലിയൊരു വഴക്കായി. കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മളിൽ ആരാണ് മിടുക്കനെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. മിട്ടുക്കാക്കയ്ക്കും അതിന് സമ്മതമായി. കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മൾ 2 ആളും കനമുള്ള സഞ്ചി കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയരത്തിൽ എത്തുന്ന ആളാണ് ജയിക്കുന്നത്. അങ്ങനെ 2 പേരും പന്തയത്തിന് തയ്യാറായി. കിട്ടുക്കാക്ക ദുഷ്ട മനസ്സുള്ളതും കൗശലക്കാരനുമായിരുന്നു. അവൻ സ്വന്തം സഞ്ചിയിൽ പന്നിത്തുണ്ടുകളാണ് നിറച്ചിരുന്നത്. മിട്ടുവിൻ്റെ സഞ്ചി പക്ഷേ ഉപ്പാണ് നിറച്ചിരുന്നത്. 2 പേരും പറന്നു തുടങ്ങി. കിട്ടു മിട്ടുവിനേക്കാൾ ഉയരത്തിൽ പറന്നു. കാരണം അവൻ്റെ സഞ്ചിയിലുണ്ടായിരുന്നത് പന്നിത്തുണ്ടുകളാണല്ലോ. ഉപ്പ് സഞ്ചിയുമായി പറക്കേണ്ടി വന്ന മിട്ടുവിന് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞില്ല. കാക്കകൾ പറന്നു തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. കിട്ടുവിൻ്റെ സഞ്ചിയിലെ പന്നിത്തുണ്ടുകൾ മഴവെള്ളം നനഞ്ഞു കുതിർന്നു. അങ്ങനെ കിട്ടുവിൻ്റെ സഞ്ചിയിലെ ഭാരം കൂടി. മിട്ടുവിൻ്റെ സഞ്ചിയിലെ ഉപ്പാകട്ടെ അലിഞ്ഞുപോയി. അവൻ്റെ സഞ്ചിയിലെ ഭാരം കുറയുകയും അവൻ ഏറ്റവും ഉയരത്തിൽ പറക്കുകയും ചെയ്തു. ദുഷ്ടനായ കിട്ടുക്കാക്ക് ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു. മറ്റുള്ളവരെ ചതിച്ച് നമുക്കൊന്നും നേടാൻ കഴിയില്ല. സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.